students, welcome back to my class. So today we were going to discuss about the venous system of frog. So venous system എന്ന് പറയുമ്പോൾ വെയിൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയുള്ള സിസ്റ്റത്തിനെയാണ് venous system എന്ന് പറയുന്നത്. വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ഇൻക്ലൂഡ് ചെയ്ത സിസ്റ്റമാണ് venous system. ആർട്ടറീസ് പറഞ്ഞെങ്കിൽ ബ്ലഡ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നവരായിരുന്നു. വെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നവർ. അപ്പൊ അതിൽ 3 സബ് ഡിവിഷൻസ് ആണുള്ളത്: പൾമണറി, സിസ്റ്റമിക് ആൻഡ് പോർട്ടൽ സിസ്റ്റം. ഓക്കെ, അതിൽ പൾമണറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഡ്രെയിൻസ് ബ്ലഡ് ഫ്രം ലങ്സ്. ലങ്സിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ്. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന സിസ്റ്റമാണ് പൾമണറി സിസ്റ്റം. പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രം എലിമെന്ററി കനാൽ ആൻഡ് ഹൈൻഡ് ലിംസ്. ഹൈൻഡ് ലിംസിൽ നിന്നും അതുപോലെ തന്നെ എലിമെന്ററി കനാലിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്നവരാണ് പോർട്ടൽ സിസ്റ്റത്തിൽ വരുന്നത്. ആൻഡ് സിസ്റ്റമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രം ഓൾ അതർ പാർട്സ്. ബാക്കി എല്ലാ പാർട്ടിൽ നിന്നും ബോഡിയുടെ വേറെ എല്ലാ പാർട്ടിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നവരാണ് സിസ്റ്റമിക് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് നോക്കാം. സോ പൾമണറി സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസ് ഫ്രം 2 ലങ്സ്. 2 ലങ്സ് എന്നുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആ 2 വെയിൻസും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ പൾമണറി വെയിൻ ആയി മാറുന്നു. അത് ലെഫ്റ്റ് ഓറിക്കിൾ, ഫ്രോഗിന്റെ ഹാർട്ടിലെ ലെഫ്റ്റ് ഓറിക്കിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സിസ്റ്റമിക് സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 large veins called vena cava. 3 large veins ഉണ്ട്. They are called vena cava എന്ന് പറയും. They open to the sinus venosus. അത് ഓപ്പൺ ചെയ്യുന്നത് സൈനസ് വിനോസസിലേക്കാണ്. സോ 2 of them collect blood from the anterior part. ആ 2 എണ്ണം എന്ത് ചെയ്യുന്നത്? ഈ വീന കാവയിൽ 3 എണ്ണം ഉണ്ട് പറഞ്ഞു. അപ്പൊ 2 എണ്ണം കളക്ട് ചെയ്യുന്നത് ആന്റീരിയർ പാർട്ടിൽ നിന്നാണ്. അതായത് ബോഡിയുടെ ആന്റീരിയർ പാർട്ട്, അതായത് ഹെഡ്, അതുപോലെ തന്നെ ഫോർലിംബിൽ നിന്നൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുന്നവരാണ് രണ്ട് വെയിൻസ് എന്ന് പറയുന്നത്. അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റീരിയർ വീന കാവ അല്ലെങ്കിൽ precaval veins. Okay, and the third one drains blood from the posterior part and it is called posterior vena cava. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ബോഡിയിൽ നിന്നാണ്. അതിന് നമ്മൾ പോസ്റ്റീരിയർ വീന കാവ എന്ന് പറയും. ഓക്കെ, അപ്പൊ 3 വെയിൻസ് എന്ന് പറഞ്ഞു. എന്താണ്? വീന കാവ 2 എണ്ണം ആന്റീരിയർ പാർട്ടിൽ നിന്നും 1 പോസ്റ്റീരിയർ പാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുവരുന്നു. ആ 2 എണ്ണത്തിന് നമ്മൾ ആന്റീരിയർ വീന കാവ എന്ന് പറയും. മറ്റേനെ പോസ്റ്റീരിയർ വീന കാവ അല്ലെങ്കിൽ എന്തുവായിരുന്നു? പോസ്റ്റ് കാവൽ വെയിൻസ് എന്ന് പറയും. മറ്റേത് പ്രീ കാവൽ വെയിൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. അതിന്റെ നോക്കാം. ഈച്ച് പ്രീകാവൽ വെയിൻ ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് 3 വെയിൻസ്, നെയിംലി എക്സ്റ്റേണൽ ജുഗുലാർ, ഇന്നോമിനേറ്റ്, സബ്ക്ലാവിയൻ. ഏതാണ് പ്രീകാവൽ വെയിൻ? ദിസ് ഈസ് ദ പ്രീകാവൽ വെയിൻ. ഇതാണ് പ്രീകാവൽ വെയിൻ. അതായത് ബോഡിയുടെ ഹെഡിന്ന് അതുപോലെ ഫോർലിംബിൽ നിന്നൊക്കെ ബ്ലഡ് കൊണ്ടുവരുന്ന വെയിൻ ആണ് പ്രീകാവൽ വെയിൻ അല്ലെങ്കിൽ എന്താണ്? പ്രീകാവൽ വെയിൻ, ഓൾസോ നോൺ ആസ് ആന്റീരിയർ വീന കാവ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ വെയിൻ എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോം ബൈ ദ യൂണിയൻ ഓഫ് 3 വെയിൻസ് എക്സ്റ്റേണൽ ജുഗുലാർ. അത് ഫോം ചെയ്തിട്ടുള്ള 3 വെയിൻസിന്റെ യൂണിയൻ കൊണ്ടാണ് എക്സ്റ്റേണൽ ജുഗുലാർ, അതുപോലെ തന്നെ ഇന്നോമിനേറ്റ്, ദിസ് ഈസ് ഇന്നോമിനേറ്റ് വെയിൻ, എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ, അതുപോലെ തന്നെ സബ്ക്ലാവിയൻ. ക്ലിയർ ആയിട്ട് കാണാം. സബ്ക്ലാവിയൻ, ഇന്നോമിനേറ്റ് ആൻഡ് എക്സ്റ്റേണൽ ജുഗുലാർ. ഇത് 3 കൂടിയിട്ട് കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പ്രീകാവൽ വെയിൻ ഫോം ചെയ്യുന്നത്. ആൻഡ് external jugular vein is formed by the union of a mandibular vein from lower jaw and lingual vein from tongue and buccal floor. And also എന്ത് ചെയ്യുന്നു? external jugular is again formed of എന്താണ്? ഇതാണ് external jugular എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യുന്നത് lingual vein from എന്താണ്? tongue and buccal floor. അതുപോലെ തന്നെ mandibular vein from lower jaw. ഈ രണ്ടും കൂടി കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? external jugular ഉണ്ടാവുന്നത്. Next one, innominate vein. It is formed by the union of an internal jugular vein from brain. ഇതാണ് innominate എന്ന് പറയുന്നത്. Innominate ഉണ്ടാവുന്നത് internal jugular brain എന്ന് വരുന്ന internal jugular vein-ഉം അതുപോലെ തന്നെ subscapular vein from shoulder region. അതുപോലെ തന്നെ subscapular vein. ഈ subscapular vein-ഉം internal jugular vein-ഉം കൂടി കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? innominate vein ഫോം ചെയ്യുന്നത്. Next one, subclavian. കണ്ടല്ലോ, ഇതാണ് subclavian അല്ലെങ്കിൽ ഇതാണ് subclavian vein എന്ന് പറയുന്നത്. Subclavian is formed by the union of a brachial vein from the forelimb and a musculocutaneous vein from skin and muscles. ഒരു brachial vein, ഇതാണ് brachial vein. Brachial vein എവിടെ നിന്ന് വരുന്നു? ഫോർലിംബിൽ നിന്ന് വരുന്ന വെയിൻ ആണ് brachial vein. ആൻഡ് ഓൾസോ musculocutaneous vein from skin and muscles. ഇത് രണ്ടും കൂടി ഫോം ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സബ്ക്ലാവിയൻ വെയിൻ ഫോം ചെയ്യുന്നത്. അത്രയാണ് പ്രീകാവൽ വെയിൻസിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ വരുന്നതാണ് പോസ്റ്റ് കാവൽ വെയിൻ. പോസ്റ്റ് കാവൽ വെയിൻ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് 4 pairs of renal veins from kidney. കിഡ്നി എന്നുള്ള
4 pairs of അതാണ് പോസ്റ്റ് കാവൽ വെയിൻ. പോസ്റ്റ് കാവൽ, ഇതാണ് പോസ്റ്റ് കാവൽ വെയിൻ. അത് 4 pairs of renal veins കിഡ്നിന്ന് വരുന്നുണ്ട്. അത് ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് കാവൽ വെയിൻ. ജോയിൻ ദ ലാസ്റ്റ് പെയർ ഓഫ് റീനൽസ് ഇസ് എ പെയർ ഗൊണാഡിയൽ വെയിൻസ് ഫ്രം ഗൊണാഡ്സ്. ഈ ലാസ്റ്റ് എന്താണ് റീനൽസിന്റെ ലാസ്റ്റ് പെയർ എന്ന് പറയുന്നത് എന്താണ്? ഗൊണാഡിയൽ വെയിൻ ആണ്. ഫ്രം ദ ഗൊണാഡ്സ്, ഗൊണാഡ്സ് എന്നുള്ള ഗൊണാഡിയൽ വെയിൻ ആണ്. അത് മെയിലിലാണെങ്കിൽ ടെസ്റ്റിക്കുലർ വെയിൻ എന്ന് പറയും, ഫീമെയിലാണെങ്കിൽ ഒവേറിയൻ വെയിൻ എന്ന് പറയും. പോസ്റ്റ് കവ റൺസ് ഫോർവേഡ്സ്, റിസീവ്സ് എ പെയർ ഓഫ് ഹെപ്പാറ്റിക് വെയിൻസ് ഫ്രം ലിവർ ആൻഡ് ദെൻ ജോയിൻസ് സൈനസ് വിനോസസ്. അങ്ങനെ പോസ്റ്റ് കാവ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് കാവ അങ്ങനെ മൂവ് ചെയ്യുന്നു. ലിവറിന്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഹെപ്പാറ്റിക് വെയിൻ കൂടി അതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഒരു പെയർ ഓഫ് ഹെപ്പാറ്റിക് വെയിൻസ് ആണ്. ഇവിടുന്ന് പെയർ ഓഫ് ഹെപ്പാറ്റിക് വെയിൻസ് അതിനെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അത് സൈനസ് വിനോസസിൽ ഓപ്പൺ ചെയ്യുന്നു. അതാണ് പോസ്റ്റ് കാവൽ വെയിൻസിന്റെ കാര്യം പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് സിസ്റ്റമിക് സിസ്റ്റം വരുന്നത്. നമ്മൾ പൾമണറി നോക്കി, സിസ്റ്റമിക് നോക്കി, അതിനൊക്കെ ആ ഡിവിഷനൊക്കെ നോക്കണം. പിന്നെ അടുത്തതാണ് പോർട്ടൽ സിസ്റ്റം. 3 ഡിവിഷൻസ് ആണ് പറഞ്ഞത്, പൾമണറി, സിസ്റ്റമിക് ആൻഡ് പോർട്ടൽ. അപ്പൊ ഇനി പോർട്ടൽ നോക്കാം. സോ നോർമലി എന്താണ്, ഒരു വെയിൻ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചസ് ആയിട്ടാണ് ബിഗിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ബ്രാഞ്ച് ആയിട്ട് എൻഡ് ചെയ്യുന്നു. അത് ഇറ്റ് ക്യാരീസ് ബ്ലഡ് ഐദർ ടു വീന കാവ അല്ലെങ്കിൽ ഡയറക്ട്ലി ടു ഹാർട്ട് ആയിരിക്കും. ബട്ട് ചില വെയിൻസ് ഉണ്ട് എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് ആയിട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ എൻഡ് ഇൻ ബ്രാഞ്ചസ്, എൻഡ് ചെയ്യുന്നതും ബ്രാഞ്ച് ആയിട്ടാണ്. അവർ ഡയറക്ട്ലി ഹാർട്ടിലേക്കോ വീനക്കാവിലേക്കോ ബ്ലഡിനെ കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? അവർ കിഡ്നി ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നിയിലേക്കോ ലിവറിലേക്കോ ബ്ലഡിനെ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനത്തെ വെയിൻസിന് പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. അപ്പൊ അങ്ങനത്തെ പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം. സോ അതിൽ 2 സിസ്റ്റംസ് ഉണ്ട്. പോർട്ടൽ സിസ്റ്റം 2 ഉണ്ട് ഫ്രോഗില്. റീനൽ പോർട്ടൽ സിസ്റ്റം ആൻഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. സോ റീനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും കിഡ്നി റിലേറ്റഡ് ആണ്. ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ലിവർ റിലേറ്റഡ് ആണ്. അങ്ങനെ 2 സിസ്റ്റംസ് വരുന്നുണ്ട്. സോ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ഹൈൻഡ് ലിംസ് ടു കിഡ്നീസ് ആൻഡ് ലിവർ. ഹൈൻഡ് ലിംബിൽ നിന്ന് കിഡ്നീസിലേക്കും ലിവറിലേക്കും കൊണ്ടുവരുന്നവരാണ് എന്ത് ചെയ്യുന്നത്? റീനൽ പോർട്ടൽ സിസ്റ്റത്തിൽ വരുന്നത്. ആൻഡ് ലേറ്റർ ഫ്രം എലിമെന്ററി കനാൽ ടു ലിവർ. എലിമെന്ററി കനാലിൽ നിന്ന് ലിവറിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിൽ വരുന്നത്. 2 വെവ്വേറെ നോക്കാം. സോ എന്താണ് റീനൽ പോർട്ടൽ സിസ്റ്റം? റീനൽ പോർട്ടൽ സിസ്റ്റം സ്റ്റാർട്ട് ഫ്രം ഹൈൻഡ് ലിംസ്. റീനൽ തുടങ്ങുന്നത് എവിടുന്ന? ഹൈൻഡ് ലിംബ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൈൻഡ് ലിംബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൈൻഡ് ലിംബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്? ഫ്രം ഈച്ച് ഹൈൻഡ് ലിംബ് ബ്ലഡ് ഈസ് കളക്ടഡ് ബൈ 2 വെയിൻസ്, ഫിമോറൽ ആൻഡ് സയാറ്റിക്. 2 ഹൈൻഡ് ലിംബിന്നും ഫിമോറലും സയാറ്റിക്കും ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രിങ് ദ ബോഡി ക്യാവിറ്റി, ഫിമോറൽ വെയിൻ ഡിവൈഡ്സ് ഇൻടു 2 ബ്രാഞ്ചസ്, ഇലിയാക് ആൻഡ് പെൽവിക്. ഫിമോറൽ വെയിൻ എന്ത് ചെയ്യുന്നു? പെൽവിക്കും ഇലിയാക്കും 2 മാറുന്നു. ഇലിയാക് വെയിൻ ജോയിൻസ് ദ സയാറ്റിക് വെയിൻ ഓഫ് ഇറ്റ് സൈഡ് ആൻഡ് ഫോം റീനൽ പോർട്ടൽ വെയിൻ. ഇലിയാക് വെയിൻ എന്ത് ചെയ്യുന്നു? ഈ സയാറ്റിക് വെയിന് ജോയിൻ ചെയ്തിട്ട് റീനൽ പോർട്ടൽ വെയിൻ ചെയ്യുന്നു. ഇതാണ് ഇലിയാക് വെയിൻ. അത് ഇവിടുത്തെ സയാറ്റിക്കിനെ ജോയിൻ ചെയ്തിട്ട് റീനൽ പോർട്ടൽ വെയിൻ ഫോം ചെയ്യുന്നു. ഇതാണ് റീനൽ പോർട്ടൽ വെയിൻ ഫോം ചെയ്യുന്നു. And also it runs forwards, joins the dorso-lumbar vein from body wall, then enters the kidney of its side and breaks up into branches called afferent renal veins. Dorso-lumbar vein ആയിട്ട് ജോയിൻ ചെയ്യുന്നു. കണ്ടോ? ഈ റീനൽ പോർട്ടൽ വെയിൻ പോയിട്ട് ഡോസോലംബാർ റീജിയൻ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? then enters the കിഡ്നിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബ്രാഞ്ചസ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നു. called afferent renal veins. അത് കിഡ്നിക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ afferent renal veins ആയിട്ട് മാറുന്നു. And the right and left pelvic veins join together and form the anterior abdominal vein. Right and left pelvic veins എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്തിട്ട് anterior abdominal vein ഫോം ചെയ്ത ഈ pelvic vein റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇവിടുന്നുള്ള pelvic veins ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? anterior abdominal vein ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് റൺ ഫോർവേഡ്സ്. ഇങ്ങനെ ഈ anterior abdominal vein എന്ത് ചെയ്യുന്നു? anterior abdominal vein ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? enters liver. ഇതാണ് ലിവറിലേക്ക് എൻ്റർ ചെയ്യുന്നു. and divides into branches called afferent hepatic veins. അങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? afferent hepatic veins എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് റീനൽ പോർട്ടൽ സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഇനി എന്താണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം? ബ്ലഡ് ഫ്രം ദ എലിമെന്ററി കനാൽ ഇസ് കളക്ടഡ് ബൈ സെവറൽ സ്മോൾ വെയിൻസ്. അപ്പൊ എലിമെന്ററി കനാലിൽ നിന്ന് ലിവറിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ഹെപ്പാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലിമെന്ററി കനാലിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നു? സെവറൽ സ്മോൾ വെയിൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. All these merge together and form a large hepatic portal vein. എല്ലാതും കൂടി എലിമെന്ററി കനാൽ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആയി മാറുന്നു. അത് ആ സ്മോൾ വെയിൻസ് ആണ്, ഒരുപാട് വെയിൻസ് കളക്ട് ചെയ്യുന്നു. എല്ലാതും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലാർജ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അത് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് റൺസ് ഫോർവേഡ്സ്. അത് ഇങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? എൻഡേഴ്സ് ലിവർ ആണ്. ലിവറിൽ എൻ്റർ ചെയ്തു.
ആൻഡ് ബ്രേക്സ് അപ്പ് ഇൻടു ബ്രാഞ്ചസ്. അവിടെ ബ്രാഞ്ചസ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നു. ടെർമിനലി ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ റിസീവ്സ് എ കാർഡിയാക് വെയിൻ ഫ്രം ദ ഹാർട്ട്. അത് ടെർമിനലി ഒരു കാർഡിയാക് വെയിനെ റിസീവ് ചെയ്യുന്നു. അങ്ങനെ ഹാർട്ടിലേക്ക് ഒരു കാർഡിയാക് വെയിനെ റിസീവ് ചെയ്യുന്നു. അവിടുന്ന് പിന്നെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ലിവറിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് എലിമെന്ററി കനാൽ. അതാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ 3 സിസ്റ്റം നോക്കി നമ്മള് പൾമണറി, സിസ്റ്റമിക് ആൻഡ് പോർട്ടൽ സിസ്റ്റം. പോർട്ടൽ അണ്ടർ ഉണ്ടായിരുന്നു റീനൽ പോർട്ടൽ സിസ്റ്റം ആൻഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അതിൽ ഈ പിക്ചർ വെച്ചിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഹാർട്ടിന്റെ വർക്കിംഗ് നോക്കാം. എല്ലാ സിസ്റ്റം നോക്കി. അപ്പൊ എങ്ങനെയാണ് ഇനി ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ദ വർക്കിംഗ് ഓഫ് ഹാർട്ട് ഇൻവോൾവ്സ് റെഗുലർ ആൻഡ് റിതമിക് ഹാർട്ട് ബീറ്റ്സ്. ഹാർട്ടിന്റെ വർക്കിംഗിൽ എന്തുണ്ട്? റെഗുലർ ആൻഡ് റിതമിക് ആയുള്ള ഹാർട്ട് ബീറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് each heartbeat in turn consists of the alternate contraction and relaxation of heart valves at regular intervals. ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർ ഇന്റർവെൽസിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കോൺട്രാക്ഷൻ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ ആൻഡ് റിലാക്സേഷൻ ഇസ് കോൾഡ് ഡയസ്റ്റോൾ. ആൻഡ് ഇൻ ദ ഡിഫറെന്റ് ചേമ്പേഴ്സ് സിസ്റ്റോൾ സക്സസീവ് ആയിട്ട് നടക്കുന്നു, വേറെ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ സൈമുൾട്ടേനിയസ് ആണ്. ഓക്കെ, സോ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ഈസ് കോൾഡ് സിസ്റ്റോൾ, റിലാക്സേഷൻ ഈസ് കോൾഡ് ഡയസ്റ്റോൾ. സോ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാല് ടു ബിഗിൻ വിത്ത് സൈനസ് വിനോസസ് കോൺട്രാക്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു? സൈനസ് വിനോസസ് കോൺട്രാക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ബ്ലഡ് ഫ്രം ഇറ്റ് ഈസ് പോസ്റ്റ് ടു ദ റൈറ്റ് ഓറിക്കിൾ. സൈനസ് വിനോസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓറിക്കിളിലേക്ക് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ലെഫ്റ്റ് ഓറിക്കിൾ ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ് ബ്രോട്ട് ഫ്രം ലങ്സ്. അപ്പോൾ സൈനസ് വിനോസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഓറിക്കിളിലേക്ക് ബ്ലഡ് പോകുന്നു. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലങ്സിൽ നിന്നുള്ള പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് ഓറിക്കിളിൽ നിറയുന്നുണ്ട്. ഓക്കെ, സൂൺ ദ 2 ഓറിക്കിൾസ് കോൺട്രാക്ട് ടുഗദർ. രണ്ടും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ഓറിക്കിളിൽ ഇപ്പൊ എന്ത് ബ്ലഡ് ഉള്ളത്? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. ലെഫ്റ്റ് ഓറിക്കിളിൽ ഉള്ളത് പ്യുവർ ബ്ലഡ് ആയിരിക്കും. രണ്ടും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ പറയാ ഓറിക്കുലാർ സിസ്റ്റോൾ എന്ന്. കോൺസിക്വന്റ്ലി ബ്ലഡ് ഫ്രം ദം എവിടേക്ക് പോകുന്നു? രണ്ടിൽ നിന്നുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു ത്രൂ ദ ഓറിക്കുലോ വെൻട്രിക്കുലർ അപ്പർച്ചർ. From the right auricle, backflow of blood to sinus venosus is prevented by sino-auricular valves. തിരിച്ച് ബ്ലഡ് ഓറിക്കിളിലേക്ക് പോകുന്നത് തടയുന്നുണ്ട് അവിടുത്തെ സൈനോ ഓറിക്കുലർ വാൾവ്. ഫ്രം ദ ലെഫ്റ്റ് ഓറിക്കിൾ ബാക്ക് ഫ്ലോ ഇസ് ഇമ്പോസിബിൾ ആണ്. കാരണം സിൻസ് ദ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ഫ്രം ദ ഓപ്പണിംഗ് ഓഫ് എ കോമൺ പൾമണറി വെയിൻ. കോമൺ പൾമണറി വെയിൻ എന്നാണ് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ട് തിരിച്ച് ബ്ലഡ് പോവില്ല. ഓറിക്കുലാർ സിസ്റ്റോൾ ഈസ് ഫോളോഡ് ബൈ വെൻട്രിക്കുലർ സിസ്റ്റോൾ. അപ്പൊ ഓറിക്കുലർ സിസ്റ്റോൾ നടന്നപ്പോൾ ഓറിക്കിളിലുള്ള ബ്ലഡ് അവിടെ എത്തി? വെൻട്രിക്കിളിലെത്തി. ഇനി വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കാൻ പോവാണ്. വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ഡ്യൂറിംഗ് ദിസ് ഫ്ലോ ഓഫ് ബ്ലഡ് ബാക്ക് ടു ഓറിക്കിൾസ് ഇസ് പ്രിവെന്റഡ്. ഓറിക്കിൾക്ക് ബ്ലഡ് പോകുന്നില്ല. അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഓറിക്കുലോ വെൻട്രിക്കുലർ വാൾസ് ഉണ്ട്. സോ ബ്ലഡ് ഈസ് പോസ്റ്റ് ടു ദ ട്രങ്കസ്. ട്രങ്കസിലേക്ക് പോകുന്നു. നൗ ട്രങ്കസ് കോൺട്രാക്ട്. ട്രങ്കസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ബ്ലഡ് ഫ്ലോസ് ടു ദ 3 അയോട്ടിക് ആർച്ചസ്. 3 അയോട്ടിക് ആർച്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ അയോട്ടിക് ആർച്ചസിലേക്ക് പോകുന്നു. And finally reaches the tissues. ടിഷ്യൂസിൽ എത്തുന്ന ബ്ലഡ്. Backflow of blood from truncus to ventricle is prevented by the semilunar valves. ബ്ലഡ് എന്ത് ചെയ്യുന്നു? ട്രങ്കസിന് വെൻട്രിക്കിളിലേക്ക് പോകാൻ പാടില്ല തിരിച്ച്. അപ്പൊ അതിനെ അവിടെ തടയാൻ വേണ്ടിയിട്ട് സെമിലുനാർ വാൾസ് ഉണ്ട്. സിസ്റ്റോൾ is followed by dilation or diastole of the heart chambers for refilling. സിസ്റ്റോൾ നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തുണ്ടായിരിക്കും? ഡയസ്റ്റോൾ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ റീഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഹാർട്ട് ചേമ്പേഴ്സിന്റെ റീഫില്ലിങ്ങിന് വേണ്ടി അപ്പൊ തന്നെ ഡയസ്റ്റോളും നടക്കുന്നുണ്ട്. അപ്പൊ അത്രയാണ് വർക്കിംഗ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വർക്കിംഗ് ഓഫ് ഹാർട്ടില് ഫ്രോഗിൽ എന്താ? ഫ്രോഗിൽ മാത്രമല്ല, അല്ലാതെ എല്ലാ ലങ് ബ്രീത്തിങ് വെർട്ടിബ്രേറ്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഹാർട്ട് ട്വൈസ് ഫോർ കംപ്ലീറ്റിംഗ് എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം ബ്ലഡ് ഹാർട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മേജർ റൂട്ട്സ്. ദേ ആർ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ബാക്ക് ആൻഡ് ഫോർത്ത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ലങ്സ്. ലങ്സിലേക്ക് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടേക്ക് പോയാൽ മാത്രമാണ് ബ്ലഡ് പ്യുവർ ആവുള്ളൂ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടു ആൻഡ് ഫ്രോം സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വാരിയസ് പാർട്ട് അതർ ദാൻ ലങ്സ്. ലങ്സിലേക്ക് അല്ലാതെ ഹാർട്ടും വാരിയസ് പാർട്സ് ഓഫ് ബോഡി തമ്മിലുള്ള സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഫ്രോഗിൽ നടക്കുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. കാരണം സിംഗിൾ വെൻട്രിക്കിൾ ആണ് ഫ്രോഗിലുള്ളത്. ഓക്കെ, അപ്പൊ ഫ്രോഗിൽ നടക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. അത്രയാണ് പറയാനുള്ളത്. നമ്മൾ നോക്കിയത് വീനസ് സിസ്റ്റം നോക്കി, പിന്നെ വർക്കിംഗ് ഓഫ് ഹാർട്ട് നോക്കി. ഓക്കെ, താങ്ക് യു.